ഈ വിഷയത്തിലാണ് ഇന്നിപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. ആ പ്രതികരണത്തിൽ BJP-യുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, മുൻ അധ്യക്ഷന്റെ പ്രതികരണം, അങ്ങനെ പല പ്രതികരണങ്ങൾ. അതിൽ അവർ വ്യക്തമാക്കുന്നത് എന്താണ്? ഇത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് സ്വാഭാവികമായും അവർ ചൂണ്ടിക്കാട്ടും. ഒപ്പം തന്നെ CPI-യുടെ ഒരു ഇരട്ടത്താപ്പ്, CPI എങ്ങനെയാണ് ഇക്കാര്യത്തിൽ വിമർശിക്കാൻ അവർക്ക് യോഗ്യതയുണ്ടോ എന്നത് ചില മുൻകാല അനുഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനവുമുണ്ട് അല്ലേ? അനുജ, അത്തരത്തിൽ തന്നെയാണ് വിമർശനം വരുന്നത്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം അത് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ അതിനെ സംസ്ഥാനം എതിർത്തിരുന്നു. ആ എതിർത്തപ്പോൾ തന്നെ BJP അടക്കം വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. പിന്നീട് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ അത് പദ്ധതിയുടെ പ്രചരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന PM ശ്രീ പദ്ധതി അതിപ്പോൾ സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്രയും നാളും ഈ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത സർക്കാരിനെതിരെ പ്രചരണം ശക്തമാക്കാനാണ് BJP ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ അത്തരം പ്രചരണ പരിപാടികളൊക്കെ തന്നെ BJP ഇപ്പോൾ അണിയറയിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 672 കോടി രൂപ 2 വർഷത്തിനിടെയൊക്കെ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ സർക്കാർ മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു പ്രതികരണമാണ് ഇന്ന് BJP അധ്യക്ഷന്റെ ഭാഗത്തും ഉണ്ടായത്. മാത്രമല്ല, ഈ 2 വർഷക്കാലം ഈ പദ്ധതി നടപ്പാക്കാതെ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിൽ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇത്രയും നാൾ എന്തുകൊണ്ട് സർക്കാർ ഈ കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കാതെ അത് പൊഴുത്തിവെച്ചു, മാത്രമല്ല അത് ചവിട്ടിപ്പിടിച്ചു എന്നാണ് പിണറായി വിജയനും അതോടൊപ്പം തന്നെ V ശിവൻകുട്ടി ചവിട്ടിപ്പിടിച്ചു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിന്റെ ഗുണഫലങ്ങൾ ഏത് നിലയിലാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാവുക എന്ന പ്രചരണം ശക്തമാക്കാനാണ് BJP ആലോചിക്കുന്നത്. അതോടൊപ്പം ഇത്രയും നാളും ഈ സാമ്പത്തിക ഞെരുക്കമെന്ന് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാ മേഖലയിലും സർവ്വ മേഖലയിലും സർക്കാരിന്റെ ഈ സ്ഥിതി മോശമാവാൻ അത് സർക്കാർ തന്നെയാണ് കാരണം, അതല്ലാതെ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതല്ല എന്ന പ്രചരണം കൂടി ശക്തമാക്കാനാണ് ഇപ്പോൾ BJP അണിയറയിൽ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ഇത്രയും നാളും നടപ്പാക്കാത്തതിന്റെ കാരണം കൂടി വ്യക്തമാക്കണം, അല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരുമെന്നൊരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. വൈകി വന്ന വിവേകം എന്നാണ് ഇതിനെ BJP സംസ്ഥാന അധ്യക്ഷ പ്രതികരണം വന്നിരിക്കുന്നത്. കേരളത്തിലെ 336 സ്കൂളുകൾക്ക് പ്രയോജനം വരുന്ന ഈ പദ്ധതി എന്തുകൊണ്ട് നടപ്പാക്കില്ലെന്ന ചോദ്യം ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടാണ് BJP പ്രചരണ പരിപാടികൾ ശക്തമാക്കുക. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.